ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പൊ എന്തിനാ വന്നിക്കണേ അറിയോ? ഇപ്പൊ നിങ്ങളെ മനസ്സിൽ എന്താ അറിയോ? എന്തെങ്കിലും മെനയേണ്ട ആക്കാരം, അല്ലാതെ എന്തിനാ ഇജ്ജ് വരികന്നല്ലേ. എന്നാ എന്നാ കേട്ടോ. നമ്മളെ യുക്തിവാദി ഇല്ലേ, മുസ്ലിങ്ങൾക്ക് ഒന്നടങ്കം വിഷമം വരുന്ന ഒരു കാര്യം പറഞ്ഞേക്കണു. നിങ്ങൾ അറിഞ്ഞിക്കൂടെ ആരെങ്കിലും ഇല്ല? ഇതൊന്ന് കേട്ടോ. കുരുപൊട്ടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതില് അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടേ. ഇപ്പൊ പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറെ നമ്മള് കൂടികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പൊ ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി. അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാം. സോറി സമാധാനമാകാം. അപ്പൊ താങ്ക്സ് ഉണ്ട് കേട്ടാ തന്നതിന്. നമ്മളെ കൊളിയെ കൊണ്ട് തന്നതാണ്. മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കി. യെസ്, കാണാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കൊള്ളാം കൊള്ളാം. പ്രത്യേകിച്ച് ബിസ്മീൻ ചൊല്ലി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് എന്റെ സാറേ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഒന്നുകൂടി ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കേട്ടില്ലേ? നിങ്ങൾക്കൊക്കെ കുരു പൊട്ടിയില്ലേ? ഞാനൊക്കെ ഭയങ്കര കുരു പൊട്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ ആ കുരു എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണം. അല്ല, അപ്പൊ ഇത് ശരിയാക്കണ്ടേ? എന്റെ എന്റെ മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോട്. ഇജ്ജ് കുടിക്കണീന്റെ മുമ്പ് ഞാൻ എത്രയോ തവണ കുടിച്ചതാ, മനസ്സിലായോ? ഞാൻ ഈ പാർക്കിനടുത്ത് കൂടെ ഒക്കെ ഹിന്ദുക്കളുണ്ട്. പിന്നെ ഇസ്ലാമിൽ എവിടെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നരകത്ത് പോകുന്നു പറഞ്ഞിട്ടില്ല. ഇജിപ്പ തന്നോ, എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ തന്നോ, ഞാൻ ഇപ്പൊ കുടിച്ചു തരാം, മനസ്സിലായോ? വേണമെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാർക്കും എന്റെ മക്കൾക്കും ഒക്കെ ഞാൻ കൊടുക്കും. അതിന്റെ പേരിൽ എവിടെയും നരകത്ത് പോകുന്നു പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അനക്ക് 4 റീച്ച് ഉണ്ടാക്കാനാണ് എന്റെ ഉദ്ദേശിച്ചെങ്കിൽ അത് ഇജ്ജ് ഉണ്ടായിക്കോ. ഇജ് ഈ മുസ്ലിങ്ങളെ പേരിലല്ലാതെ അന്റെ കഴിവായിട്ട് ഇന്ന് വരെ അനക്കൊരു റീച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നുള്ളത് ചോറ് തിന്നണവർക്ക് അറിയാം. ഇജ് വലിയ രാജ്യസ്നേഹിയാണ്, വലിയ സംഘികളുടെ ഹീറോ ആണ്. കാരണം സംഘികളുടെ ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇജ് തന്നെ, അതിൽക്ക് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കാരണം അതിന് ഒരു തലക്കെട്ടുണ്ടല്ലോ, ഹാരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. ഓലെന്നെ പറഞ്ഞു, ഇനി വരയിലിരുന്നോ, അന്റെ മൈക്കും തൂക്കിയിട്ടെന്ന് പറഞ്ഞിട്ട്. കാരണം വെറും പച്ച വർഗീയത ഇരുന്ന് പറയുന്ന ഓന് ഡോക്ടർ. അതെന്തോ ആയിക്കോട്ടെ, ഓൻ ഡോക്ടറോ നേഴ്സോ എന്തോ ആയിക്കോട്ടെ. അതിന് മുമ്പ് എനിക്ക് എന്നോട് പറയാനുള്ള എന്താ, ഇത് കേരള, പ്രത്യേകിച്ച് അരിഭക്ഷണം കഴിക്കുന്ന മലയാളികളാ. അതിന് എന്റെ ഈ ഉടായ്പും കൊണ്ട് ഒന്നും നടക്കൂല. ഇപ്പൊ ഇന്ന് ക്രിസ്മസാ. എന്റെ മോള് 2 ദിവസം മുമ്പ് സ്കൂൾ ഇട്ടിട്ട് വന്ന്, അവള് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ചുവന്ന ഉടുപ്പ് വേണം, തൊപ്പി വേണം, ക്രിസ്മസിന് ഇടാനാണ് പറഞ്ഞിട്ട് ഞാനതെന്നെ എടുത്തു കൊടുക്കും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് മലയാളികള്. അതറിയണമെങ്കിൽ നല്ലൊരു തന്തക്ക് പറക്കണം. അതിന് ഇനി ഇപ്പൊ അന്നെ കൊണ്ടോ അന്റെ പെരക്കാരെ കൊണ്ടോ നടക്കൂലല്ലോ. അതുകൊണ്ട് അക്കാര്യം നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ മലയാളിയാ. അപ്പൊ മലപ്പുറത്ത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇജിപ്പോ ഒരു അരവണ പായസം അല്ലേ കുടിച്ചുള്ളൂ. മോനെ വർഗീയവാദിയെ, ആരിഫ് ഹുസൈനെ, അനക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അത് കണ്ടിട്ട് അന്റെ ഏതൊക്കെ കുരു എവിടൊക്കെ പൊട്ടുന്നുണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇജ് ഞങ്ങളെ കുരു പൊട്ടിച്ചാൻ വന്നവനല്ലേ. അപ്പൊ കുരു എങ്ങനെ പൊട്ടിച്ചെന്നുള്ളത് അനക്ക് ഞങ്ങള് കാണിച്ചു തരാം കേട്ടോ. നേരിരുന്ന് കാണട്ടോ ആരിഫെ, അനക്കുള്ള അത്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. യാദർശികമായി ഉണ്ടായ ഒരു സാന്റാക്ലോസ് ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ ഭാഷയിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അധികം ഞാൻ വലിച്ചു നിൽക്കുന്നില്ല. എത്തിച്ചേർന്ന എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഒരു മുസ്ലിമാണത്, മനസ്സിലായോ? യാദർശികമായി അപ്പോ ആ വേഷം കെട്ടേണ്ടി വന്നതാ. കാരണം എന്താ, അത് അവിടെ മുടങ്ങരുതേന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി ചെയ്തതാ. ആ ഇജ ഞങ്ങളെ അരവണ പായസം വെച്ചിട്ട് കുരു പൊട്ടിച്ചിറങ്ങിക്കണ്. തീർന്നിട്ടില്ല. അനക്കുള്ള ഇനിയും തരാം. അതും കൂടി ചെന്ന് കാണാൻ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. കോപ്പി റൈറ്റ് പോകും, അതാണ് ഞാൻ ഈ സോങ് മ്യൂട്ട് ചെയ്ത് വെച്ചത്. മോനെ ആർപ്പിക്കേ, അനക്ക് വല്ലതും പിടുത്തം കിട്ടിയോ? സാധാ ഒരു റീല് കണ്ടു, അല്ല എന്ത് പിടുത്തം കിട്ടാനല്ലേ? എന്നല്ല, അതില് അന്നെ പോലത്തെ ആളുകൾക്ക് ഒരുപാട് ഗുണപാഠമുണ്ട്. അതായത് കുരു അല്ല, പാറ വരെ പൊട്ടണ ഐറ്റം ന്യൂസാണിത്, മനസ്സിലായോ? ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ഹിന്ദു കുട്ടിയാ, ഈ കുട്ടിയാണ്, മനസ്സിലായോ?
അതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ശ്രുതി രതീഷ്. ഇതാണ് ആ കുട്ടിയുടെ പേര്. മനസ്സിലായോ? ഇതൊക്കെ എന്താ അറിയോ, ആ കുട്ടി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഗുണപാഠമാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, മറ്റുള്ളവരുടെ എന്താ പറയാ വിശ്വാസങ്ങളിലോ മറ്റുള്ളവരുടെ എന്താ പറയാ ആചാരങ്ങളിലോ നമ്മൾ എന്താ പറയാ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവരെ പരിഹസിക്കരുതേ എന്നുള്ളൊരു ഗുണപാഠം. അതൊക്കെ നമ്മളെ ജന്മനാ കിട്ടുന്നതാ. എങ്ങനെ? മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ. അതിന് അനക്കെവിടെ ഇനി നേരം അല്ലെ? ഇജ് ജനിച്ച മുതലേ ഇജ് ഓരോന്നും തെരഞ്ഞുകൊണ്ട് നടക്കല്ലേ. അന്റെ ഈ നരമ്പിളകിയിട്ട് ആ ഇജ്ജാണ് ഇപ്പൊ കേരളക്കാരെ വന്നിട്ട് അരവണ പായസം കുടിച്ച് മരട്ടിച്ചത് അല്ലേ? ഇപ്പൊ ഇവിടെ അനക്കൊരു കാര്യം എന്താ മനസ്സിലായത്? ഹിന്ദുവിൻ്റെത് കണ്ടു, മുസ്ലിമിൻ്റെത് കണ്ടു. ഈ രണ്ട് വ്യക്തികളെ ഞാൻ അറിയില്ല, ഞാൻ കണ്ട റീലാണ്. പക്ഷെ ഇതിന്ന് എന്ത് മനസ്സിലായി എനക്ക്? ഇവറ്റൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചതാണ് എന്നുള്ളത് അല്ലേ? ഈ ജാതി കേരളത്തിക്കാണ് ഇപ്പൊ അരവണ പായസത്തിന്റെ കഥയും പറഞ്ഞു വന്നിക്കണേ അല്ലേ? ഇത് കേരള മനെ, ഇവിടെ എങ്ങനെയാണ്. അത് അനക്കറിയാത്ത എന്താ അറിയോ? അന്റെ ജനസ് അത്രക്ക് നന്നു. മനസ്സിലായോ? അനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വർഗീയത കാണിച്ചിട്ടാലും വേണ്ടില്ല, അനക്കിങ്ങനെ നിറഞ്ഞു നിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ജസ്ന സലീം, പിന്നെ വേറെ മറ്റല്ലേ ഫസല്, ഈ ഐറ്റംസുകളൊക്കെ. പക്ഷെ ഇതൊന്നും ഞമ്മക്ക് ഏൽക്കണില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു മറുപടിയാണ് അനക്കിപ്പോ ഞാൻ കാണിച്ചു തന്നത്. ഇനി അതൊന്നും അല്ല, ഇജിപ്പോ ഇതൊക്കെ നിർത്തുക, ഇതൊക്കെ മാറ്റി നിർത്തുക. ഇജിപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്ത്? 4 സംഖ്യകളുടെ കയ്യടി കിട്ടണം, ഓലൊന്ന് സുഖിപ്പിക്കണം, ഇതൊക്കെ വേണ്ടിയിട്ടല്ലേ? ഇജ് വലിയ സ്റ്റാർ ആയതല്ലേ? എന്നാ പിന്നെ ആ സ്റ്റാർ ആയ അനക്ക് ഞാൻ വേറെ 2-3 വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇന്നിട്ട് ഇജ് അതിനൊന്ന് മറുപടി ഇതാ കേട്ടോ. കണ്ടോ? നേരെ കണ്ടോ? അന്റെ ആ സോഡ കുപ്പി കണ്ണടിയും വെച്ചിട്ട് നേരെ കണ്ടോ? ഇതൊന്നും അല്ല ഇനിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടമോനുണ്ട്. ഇതൊന്നും കണ്ടോക്ക. മധ്യപ്രദേശിൽ ദളിത് യുവാവിന് നേരെ അതിക്രമം. ബ്രാഹ്മണന്റെ കാല് കഴുകി വെള്ളം കുടിപ്പിച്ചു. ബ്രാഹ്മണ സമുദായത്തെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു ഈ പീഡനം. മധ്യപ്രദേശിലെ ദാമോ ജില്ലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്. മദ്യനിരോധനമുള്ള ഗ്രാമത്തിൽ നിക്കേ അടുത്ത് ഇട്ടുകൊടുക്കട്ടെ. ഓൻ ഞങ്ങളെ കുരു പൊട്ടിച്ചാൻ വന്നവനാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ വ്യാപകമായ വിലക്കും പ്രതിഷേധങ്ങളും അക്രമങ്ങളും മതപരിവർത്തനം ആരോപിച്ചും സാംസ്കാരിക അധിനിവേശം ചൂണ്ടിക്കാട്ടിയും വിവിധ തീവ്ര സംഘടനകൾ രംഗത്തിറങ്ങിയതോടെ പലയിടങ്ങളിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ. ആ തല്ലിണ ആരനെ അറിയോ? ഒരു കണ്ണ് കാണാത്ത ഒരു പെണ്ണിനെ തല്ലണത് ആരാ അറിയോ? അന്റെ ആളുകളുടെ നേതാവ്. മനസ്സിലായോ? ഇത് പോകരുതേ. ആ കുജുന്ന് ഞാൻ പാറയുടെ മരുന്ന് വെച്ചിട്ട് അതിൽ പൊട്ടിച്ചിട്ട് എന്നെ വിടുള്ളൂ. അരവണ പായസം കണ്ടിട്ട് ഞങ്ങൾ ബെറല് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതാ മനസ്സിലായോ എനിക്ക്? ഉത്തരേന്ത്യത്തെ ക്രിസ്മസ് ആഘോഷാണ്. ഇതൊന്നും ഇജ്ജ് കാണുന്നില്ലല്ലോ അല്ലേ? ഇവിടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒന്ന് കണ്ടുക്കണോ? ഇതാണ് ഇപ്പൊ അരവണ പായസം കൊണ്ട് വന്നിക്കണോ? എന്റെ അരവണ പായസം ഇന്ന് ഞാൻ ആ കുടിച്ചത് മുഴുവൻ എന്നെ കൊണ്ട് ഛർദിപ്പിക്കും. അതിനുള്ള മരുന്ന് ഞാൻ നിനക്ക് തരാം കേട്ടോ. ഇനി എന്നെ കൊണ്ട് നടക്കുന്ന ഹിന്ദുക്കൾ അല്ലാത്തൊരു ഹിന്ദുക്കൾ ഈ നമ്മളെ നാട്ടിലുണ്ട്. ഓലെ കുറിച്ച് എനിക്ക് വല്ല ധാരണയുണ്ടോ? ഉണ്ടാവൂല. കാരണം എന്താ അറിയോ? എന്നെ അടിപ്പിക്കൂല, അവിടുക്കുന്നു ഓലെടുത്തൊന്നും എന്റെ കളി നടക്കൂല. അതുകൊണ്ട് എനിക്ക് ഞാൻ ആ യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് കാണിച്ചു തരാം. അതാ കണ്ടേ? എന്താ സംഭവം മനസ്സിലായി എനിക്ക്? ഒരു അമ്പലത്തിന്റെ ഇതിലേക്ക് കയറി ചെന്നിക്കുക. അവിടെ പൂജ നടക്കുന്നിടത്താണ് ആ ക്രിസ്മസ് അപ്പൂപ്പൻ ചെന്നിക്കണത്. അത് നോക്ക, പൊട്ടൊക്കെ ഇട്ടിട്ട് ആ മോള് വന്ന് നിക്കണ. അല്ല പിടിയുണ്ടോ? അവിടെ നിക്ക്. എന്റെ കുരുവിനോട് ഇപ്പൊ പൊട്ടണ്ടെന്ന് പറ. ഞാൻ മുഴുവൻ കേട്ടിട്ട് പൊട്ടിയാ മതി എന്ന് പറ കേട്ടോ. ത്രിസംഖ്യകളൊക്കെ അത് കാണുന്നുണ്ടോ ആവോ അല്ലേ? എന്താ ചിജ്ജ ചൊറിച്ചിലും പിന്നെ ഇളകുമ്പോ മാന്തെന്നെ. ആ ആരിഫിനെയും വിളിച്ചോളി. ആർക്കെങ്കിലും ഒക്കെ ചൊറിച്ചിൽ ഇളകുന്നുണ്ടെങ്കിൽ ഓ മാന്ത നല്ല വേസ്റ്റാ. എടാ ചെങ്ങായി, ഇജ്ജ് ഒരു സ്ഥാനി ഈ അരവണ പായസം കൊണ്ട് കൊടുത്തോക്ക. അയാളും അത് കുടിക്കും. അയാൾ ഇനിയിപ്പോ മുസാഫ് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശരി, ഒരു ഹിന്ദു ആ അരവണ പായസം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി കുടിക്കും. മനസ്സിലായോ? കേരളത്തിലെ മുസ്ലിങ്ങളെന്നും ഇജ് വിലക്കെട്ടാനായിട്ടില്ല. മനസ്സിലായോ? ഇജ് ആ UP ഇജ് ഇങ്ങനെ ഇരുന്ന് നോക്കണ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞോക്ക്. അപ്പൊ എനിക്ക് കാണാ അന്റെ ഈ രാജ്യസ്നേഹവും അന്റെ രാജ്യസ്നേഹത്തിന്റെ ആളുകളെ
ഒരു കാര്യത്തിൽ ഉറപ്പിച്ചോ, അനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഇതിൽ കമന്റ് ബോക്സിൽ കുറെ ആളുകൾ ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഞാൻ അനക്ക് മാത്രല്ല ഇത് തരുന്നത്. ഏത് അന്നെ പോലത്തെ ഉള്ള നന്മ മരങ്ങൾക്ക് മുഴുവനാ തരുന്നത്. അതിനിപ്പോ ഇനി തല പോകണേ അങ്ങോട്ട് പോട്ടേന്ന് വെക്കും. കാര്യം പറയാതെ എന്തിനാ ഈ തല ഇതിങ്ങനെ വെച്ചും കൊണ്ട് നടക്കണു? അന്നെ പോലത്തെ ഒരു ലോക വർഗീയവാദി പരനാറി. അത്ര തന്നെ. അതില് എനിക്കെന്താ അറിയോ, ഇത് മറ്റേ ഒരു പബ്ലിക് അല്ലേ, ആ ഒരൊറ്റ ജിന്റെ ഫേസ് ടു ഫേസ് ആണെന്നുണ്ടെങ്കില പൊന്നാര മനെ ആ അരവണപ്പായസത്തിന്റെക്കാളും അപ്പുറമായിട്ടുണ്ടാവും അരിഞ്ഞിട്ട്. അജാതി മറ്റേ നല്ല നാടൻ പുതിയ റിലീസായ കുറച്ച് സാധനങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പാടെ ഞാൻ അടുത്താണ് പറഞ്ഞിരുന്നു. ഇതിപ്പോ യൂട്യൂബ് അല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചളാ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കണ്ട. ഞാൻ അതൊക്കെ പറഞ്ഞുകൊള്ളുന്നുള്ളത് കൂട്ടിയിട്ട് പോക്കറ്റിൽ മടക്കി വെച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, ഈ ഉത്തരേന്ത്യയിൽ കൂടെ നടക്കണ ഈ ക്രിസ്ത്യാനികളെ ഇത്തരത്തില് ഈ ഒരു ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിന് പോലും അവധിയില്ല, അതുപോലെ തന്നെ ഒരു സ്കൂളിൽ പോലും ആഘോഷിക്കാൻ പറ്റൂല. ഇതൊക്കെ കേരളത്തിലായിരുന്നെങ്കിൽ സ്വപ്നം കണ്ട് നടക്കുന്ന എന്താ ഒരു 2-3 ആളുകളാണ്. ജസ്ന സലീമ്, ഇവന്, പിന്നെ ജബ്ബാറോ, എന്ത് ആറായാലും വേണ്ടില്ല. പിന്നെ വേറെ ഒരുത്തനുണ്ടല്ലോ, ആ പൂളക്കിഴങ്ങ് വിഴുങ്ങിയവന്റെ പേര് എനിക്ക് കിട്ടുകയല്ല. ഫസല്. അവൻ ഇങ്ങനൊന്നും സംസാരിക്കൂലേ ഓനെ, നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണം. ഓനും ഇവലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷെ എന്താ ചിജ്ജ നടക്കണില്ല അങ്ങോട്ട്. ഈ വർഗീയത പറയുന്നവര് കേരളം ഒരിക്കലും സപ്പോർട്ട് ചെയ്ത ചരിത്രമല്ല. ഞാൻ മലപ്പുറത്തൊക്കെ ഒന്ന് പോയോ ചങ്ങായി, ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് മൈക്കും വെച്ചിട്ട് കൊണക്കണ മാതിരിയല്ല, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വെക്ക്. എന്നിട്ട് ഒന്ന് നിരീക്ഷിക്കുക. ഞാൻ മലപ്പുറത്തേക്ക് തന്നെയാണ് പോയിക്കോ. ഇവിടെ മതമല്ലോനിക്ക് മതമുണ്ട്, മതമില്ലാത്തവനിക്ക് മതം വേണ്ട. പക്ഷെ എന്റെ മാതിരി ഒരു 4 ഗുണം ഇവിടെ വേറെ ആരും കാണിക്കണില്ല. അത് അന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു 3-4 ആളുകളുള്ളൂ. അപ്പൊ നിങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാലും കൂടൂല. ലോകത്തിലെ ഏറ്റവും എളുപ്പത്തിൽ 4 പേരെ അറിയണോ, 4 പേരെ എടീക്ക് എത്തിപ്പെടണോ, വർഗീയത പറയാം. അതാണ് ഇവരൊക്കെ ലക്ഷ്യം. അങ്ങനെയാണ് ഇവരൊക്കെ എത്തി. അല്ലാതെ സ്വന്തം എന്ത് കഴിവുകൊണ്ടവരെ എത്തിക്കണേ. ആദ്യം ആ ഡോക്ടറൊക്കെ എടുത്ത് ഒഴിവാക്കിയില്ലേ. അതും ഹോമിയോ ഡോക്ടർ. എന്നിട്ട് ഇപ്പൊ പറയണേ അത് ഏറ്റവും വലിയ മോശാത്രേ. ഹോമിയോ ഡോക്ടർ. അതുകൊണ്ട് അത്ര ഓനത് ഒഴിവാക്കി. അല്ലാതെ ഓനെ പിരിച്ചുവിട്ടിക്കൊന്നും അല്ല. ഇപ്പൊ വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാ, റൂമിന്റെ ഉള്ളിൽ ഇരുന്നൊരു മൈക്കും തൂക്കിയും കൊണ്ട് പച്ച വർഗീയത പറയാം. ഇത് കേട്ടിട്ട് കൈയടിക്കാൻ ആളുകളുണ്ട്. കാരണം ഇത് കേൾക്കുന്ന ആളുകൾ എങ്ങനെ, 4 വിട്ട് കിളിയും പോയിരിക്കണോന്നാ. കാരണം ഉണിക്കത്തൊക്കെ കേൾക്കുമ്പോ എന്നുള്ള ഒരു കുളിരും വരും. അതാണ് ഇവന്റെ വിജയം, അതാണ് ഇവന്റെ എന്താ പറയാ സന്തോഷം. അത് ഓനും ചെയ്യുന്നുണ്ട്. ഇതൊന്നും കണ്ട. രാജസ്ഥാനിൽ സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം. ഉത്തർപ്രദേശിൽ വാജ്പേയിയുടെ ജന്മദിന ശതാബ്ദി ആഘോഷിക്കണം എന്ന് പറയുന്നു. ഇവിടെ രാജസ്ഥാനിൽ നിയന്ത്രണം വരുന്നു. വിദ്യാർത്ഥികളെ സാന്റാക്ലോസ് വസ്ത്രങ്ങൾ ധരിക്കാൻ നിർബന്ധിക്കരുത് എന്നാണ് നിർദ്ദേശം. സ്വകാര്യ സ്കൂളുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രാജസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. പിയാ സുനിലുണ്ട് കൂടുതൽ. സുഖല്ലേ? ഇപ്പൊ എത്ര പൊട്ടി ഗുരു ഒന്ന് നോക്കാം. നീ എത്ര പൊട്ടാണ്ടെന്ന് നോക്കാം. എന്നാ മതിയല്ലോ ബാക്കി പറയാതെ. ഈ കുരു പൊട്ടിച്ചാൻ വന്നവനല്ലേ. അപ്പൊ എന്റെ കുരു പൊട്ടണീന് കണക്ക് വല്ലതും ഉണ്ടോ? ആദ്യം ഇതിനൊക്കെ ഒന്ന് മറുപടി ആട്ടിക്ക. ഇപ്പൊ നടക്കണ ഈ കാര്യങ്ങൾക്ക് അതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അല്ലേ, പറയാൻ കിട്ടൂല. കാരണം എന്താ, മറ്റേ മുട്ടുകജ്ജിയിൽ അണക്കില്ല. എന്നിട്ട് ചെറുവരലില്ലാത്തവനെ നോക്കിയിട്ട് കൊഞ്ഞനം കാട്ടാൻ വന്നിക്കുക അല്ലെ. അരവണ പായസം കുടിച്ചോ, ചാണകം തിന്നോ, അല്ലെങ്കിൽ മറ്റേ അന്റെ വിസർജനം ജെന്നെടുത്ത് തിന്നോ. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നു ചെങ്ങ? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഹാർപ്പിക്കിന്റെ ഈ വീഡിയോ കൊണ്ട് ഒരാള് മുസ്ലിമെന്ന് അങ്ങോട്ട് പോവുകയെ, അതല്ലെന്നുണ്ടെങ്കിൽ വേറൊരാള് സത്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് വന്ന ചരിത്രത്തിൽ ഒന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, എല്ലാവർക്കും അറിയാം ഹാർപ്പിക്കിന് ഇങ്ങനെ പറച്ചില് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഏതെങ്കിലും റൂമിന്റെ ഉള്ളിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കൊണക്കുക എന്നല്ലാതെ ഹാർപ്പിക്കിനെയും കൊണ്ട് ഒന്നും നടക്കൂല എന്നുള്ളത് ഹാർപ്പിക്കിനും മനസ്സിലായി. ഒന്നും വേണ്ട, 3 കെട്ടിയിട്ടില്ലേ, ഏതെങ്കിലും ഒന്നെന്റെ പിന്നാലെ പറയുന്നത് ശരിയാണെന്നിട്ട് നിന്നിക്കണോ, അത് പറയച്ച്. പെറ്റ തള്ളയും തന്തി എന്തായാലും ചവിട്ടി പുറത്താക്കി. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ, ഇനിയും പറയണ്ടല്ലോ. അന്റെ ഈ അസുഖം എന്താ വെച്ചാൽ അന്റെ ഒരു ഞരമ്പ് പിണഞ്ഞിക്കാണ്. ആ ഞരമ്പ് ശരിയാകാതെ നന്നാവൂല. ഈ അസുഖം വേറെയാണ്, ഞങ്ങളെ നാട്ടിൽ ഇതിന് പേര് വേറെയാണ്. പക്ഷെ എന്താ ചെയ്യാ, അത് കിട്ടേണ്ടടത്ത് കിട്ടുമ്പോ തോന്നേണ്ടതാണ് തോന്നും. അതുവരെ ഇങ്ങനെ അത് പൊട്ടിച്ചു എന്നിട്ട് പോകുന്ന അതൊന്നുമല്ല. ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിച്ചിട്ട് ഞങ്ങളെ വെച്ചിട്ടാണ്. എന്താ ഇവനെ ആർക്കും കാണുന്നതേ ഇഷ്ടമല്ല, മനസ്സിലായോ?
ഇവന്റെ മുഖം കുറച്ചു നേരത്തിന് പോലും ഒരാൾക്കും കാണുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എന്റെ വ്യൂസിനോടുള്ള ഒരു മാന്യതയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. മനസ്സിലായോ? ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ജുവാ തികച്ചു തരാം. എന്നാ പിന്നെ അങ്ങനെ ഞാനവിടെ പോവുകയാണ് കേട്ടോ.